രാജ്യത്തിന്ന് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് ക്രൈസ്തവ സമൂഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വൈദികരെയും കന്യാസ്ത്രീമാരെയും കേസിൽപ്പെടുത്തുകയാണെന്നും അവരെ ആക്രമിക്കുകയാണെന്നും പോലീസും മറ്റുദ്യോഗസ്ഥരും അതിന് കൂട്ടുനിൽക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീയുടെ അങ്കമാലി ഇളവൂരിലെ വസതി സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഛത്തീസ്ഗഡിൽ നിസ്സാരമായ കാരണം പോലും ഇല്ലാതെ 2 സിസ്റ്റേഴ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിലൊരു സിസ്റ്ററുടെ വീട്ടിലാണ് ഞങ്ങൾ അവരുടെ മാതാപിതാക്കളെ, പ്രായമായ മാതാപിതാക്കളെ കാണുന്നത്. കുടുംബാംഗങ്ങൾ മുഴുവൻ വലിയ ഉത്കണ്ഠയിലാണ്. ഒരു കാരണവുമില്ല, ജാമ്യമില്ലാത്ത കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് രാജ്യത്തുടനീളം നടക്കുന്ന സംഭവങ്ങളാണ്. നിരന്തരം വൈദികരും കന്യാസ്ത്രീമാരും പീഡിപ്പിക്കപ്പെടുകയാണ് രാജ്യത്തുടനീളം. പ്രത്യേകിച്ച് ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇത് ആവർത്തിക്കപ്പെടുകയാണ്. ഇതിനു മുൻപും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർക്കിപ്പോൾ അവരുടെ ഔദ്യോഗിക സഭാ വസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്കാണ്. വൈദികർക്ക് അവരുടെ വസ്ത്രം ധരിക്കാൻ പറ്റില്ല, കന്യാസ്ത്രീമാർക്ക് അവരുടേതായ വസ്ത്രം ധരിക്കാൻ പോലും, അങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്താൽ പോലും സംശയിച്ചവരെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലാണ് സംഭവം നടക്കുന്നത്. രാജ്യത്തുടനീളം ഇത് നടക്കുമ്പോൾ ഇവിടെ ഈസ്റ്ററിനും ക്രിസ്മസിലും ഇതേ ആളുകൾ കേൾക്കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ ഭവനങ്ങളിൽ കാപട്യമാണ് നടക്കുന്നത്. രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് ക്രൈസ്തവ സമൂഹമാണ്. ക്രിസ്മസ് ആരാധനാക്രമങ്ങൾ പോലും തടസ്സപ്പെടുത്തുകയാണ്. പ്രാർത്ഥനാ കൂട്ടായ്മകളും പള്ളിയിലെ സർവീസും എല്ലാം തടസ്സപ്പെടുത്തുകയാണ് വ്യാപകമായി. വൈദികരെയും കന്യാസ്ത്രീമാരെയും കേസുകൾപ്പെടുത്തുകയാണ്, അവരെ ആക്രമിക്കുകയാണ്. പോലീസും ആ സംസ്ഥാനങ്ങളിൽ കൂട്ടുനിൽക്കുകയാണ്. എല്ലാ രേഖകളോടും കൂടി യാത്ര ചെയ്താണ് ഇവർ. ആ രേഖകളൊന്നും നോക്കാൻ തയ്യാറാകാതെ ഒരു ടി ബജറംഗ് ദൾ പ്രവർത്തകരെ വിളിച്ചു വരുത്തി. പോലീസിനല്ല, പോലീസാണെങ്കിൽ ആ ഡോക്യുമെന്റ് നോക്കി വിട്ടേനെ. ഒരാൾക്കൂട്ടം ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കി 2 കന്യാസ്ത്രീമാരെ ഒരു കാര്യമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുന്നതാണ്. അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കും. അവരെ അവിടെ നിന്ന് ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും സഭയും എല്ലാവരും, ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരും ചേർന്ന് നടത്തിയാണ്. എത്രയും പെട്ടെന്ന് അവരെ മോചിപ്പിക്കുമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവര് ജയിലിൽ പോയല്ല, എത്രയോ സംഭവമായി. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഒറ്റപ്പെട്ട ഒരു സംഭവം ഏതെങ്കിലും നാടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നടന്നാൽ മനസ്സിലാവും നമുക്ക്. നിരന്തരമായി സംഭവങ്ങളാണ് ആവർത്തിക്കപ്പെടുന്നത്. നമ്മൾ പാർലമെന്റിലെല്ലാം ഉന്നയിച്ചു. ഇപ്പോൾ മഞ്ഞുമലുണ്ടായിരുന്ന അച്ഛൻ ഞങ്ങളെല്ലാം പോയി കണ്ടാണ് എത്ര ക്രൂരമായ മർദ്ദനത്തിനാണ് വിധേയമായത്. 90 വയസ്സുള്ള വൈദികനെ പോലും പിന്നിൽ കൈ കെട്ടിയിട്ടിട്ടാണ് ക്രൂരമായി ആക്രമിച്ചത്. ചെറുപ്പക്കാരനായ വൈദികൻ ആക്രമിക്കപ്പെട്ടു, തൃശ്ശൂരിലെ വൈദികൻ ആക്രമിക്കപ്പെട്ടു, അഹമ്മദാബാദിൽ ആക്രമിക്കപ്പെട്ടു. വ്യാപകമായ തരത്തിലാണ്. ഇവിടെ അവർ ഒരു ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ പോലെ ഇവിടെ വരികയാണ്. രാജ്യവ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഉള്ള, അവരെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം നടക്കുകയാണ്. ആസാമിലാണെങ്കിൽ അവരുടെ സ്കൂളുകളിൽ നിന്ന് മുഴുവൻ അവരുടെ പുണ്യവാളന്മാരുടെയും മാതാവിൻ്റെയൊക്കെ സ്റ്റാച്യുവും ചിത്രങ്ങളും മാറ്റണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂളുകൾക്കൊക്കെ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. മധ്യപ്രദേശിലും ആസാമിലും ഉത്തർപ്രദേശിലും എല്ലാ സ്ഥലങ്ങളിലും ഇത് ആവർത്തിക്കപ്പെടുന്നത്. അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം രാജ്യത്തുടനീളം ഉണ്ടാവും. ഇത് ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ച് ശത്രുക്കളാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ വേണ്ടി നോക്കുകയാണ്. കാനൂർ പാറപ്പുറം മാച്ച് ഫാക്ടറി റോഡിൽ 8 സെന്റ് സ്ഥലവും 1200 സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി 9605 624952 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്.